ടി ജി പുതിയ വർഷം തുടങ്ങുകയാണ്. നമുക്കൊരു പ്രേക്ഷകർക്ക് ഒരു നവവത്സരാശംസ പറഞ്ഞ് തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും നവവത്സരാശംസകൾ. ചേട്ടാ, എൻ്റെ ഒരു സംശയം, ഇന്നലെ ചേട്ടനെ കാണാൻ പറ്റിയില്ല. സനാതനധർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. പിണറായി വിജയൻ ഒരു സനാതനധർമ്മമുണ്ടോ, നാരായണ ഗുരുവിന് മറ്റൊരു സനാതനധർമ്മമാണോ എന്നൊക്കെ ഒരു വല്ലാത്തൊരു സംശയം. നാരായണ ഗുരുവിൻ്റെ സനാതനധർമ്മം എന്ന് പറയുന്നത് മാർക്സിയൻ ദർശനത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ കൊണ്ട് സനാതന ധർമ്മത്തിൽ കൊണ്ട് നാരായണ ഗുരുവിനെ കെട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സത്യത്തിൽ സനാതനധർമ്മം എന്താണ്? നാരായണ ഗുരു അതിന് അകത്താണോ പുറത്താണോ? നാരായണ ഗുരു എന്നല്ല, ആരും അതിന് പുറത്തല്ല. ഭാരതത്തിൻ്റെ ഒരു ധർമ്മമാണ് സനാതനധർമ്മം. അത് നിലനിർത്താൻ ധാരയതേ നിലനിർത്താൻ സഹായിക്കുന്നത് അതാണ് ധർമ്മം. നശിപ്പിക്കാനല്ല, നിലനിർത്താൻ. എന്തിനെ നിലനിർത്താൻ? എല്ലാത്തിനെയും നിലനിർത്താൻ. ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും എല്ലാത്തിനെയും നിലനിർത്തുക. അതാണ് സനാതനധർമ്മം. ആ നിലനിർത്താനുള്ള പ്രയത്നമാണ് എല്ലാവരും ചെയ്യേണ്ടത്. പലരും അത് ചെയ്യുന്നില്ല. ചിലർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ചിലർക്ക് ചെയ്യാൻ മനസ്സില്ല. കാര്യമൊക്കെ ശരി. പക്ഷേ ആത്യന്തികമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മറ്റുള്ളവരെയും കൂടെ ചേർത്തിട്ട് തൻ്റെ ജീവിതവും ചേർന്ന് ജീവിക്കുന്നു. ഒരു കുമിള പൊട്ടിപ്പോകുന്ന പോലെ ഒരു ദിവസം മരിച്ചു പോകുന്നു. വർണ്ണനാതീതമായ ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു സ്വപൂവിളയാണ് നമ്മളൊക്കെ. നമ്മളുടെ ജീവിതം നമ്മൾ 80 വയസ്സ് വരെ 90 വയസ്സ് വരെ 90 വയസ്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ പോലുമല്ല പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. സൗരയൂഥം എടുത്തു കഴിഞ്ഞാൽ തീർത്തും നിസ്സാരമാണ്. അപ്പോൾ അങ്ങനെ നിസ്സാരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനിവിടെ വന്നു? നമ്മളുടെ ഭാരതീയമായ അന്വേഷണം തുടങ്ങുന്നത് തന്നെ ഞാൻ ആര്, കോഹം ഇതാണ്. കോ അഹം, ഞാൻ ആരാണ്. കോ ബ്രഹ്മം, എന്താണ് ഈ മൊത്തം, അതിനുള്ള പേരാണ് ബ്രഹ്മം. ഈ കാണായ സാധനങ്ങളെല്ലാം എന്താണ്? ഞാൻ എന്തിനിവിടെ വന്നു? ആരാണ് ഞാൻ? ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ഭാരതത്തിൽ കണ്ടു എന്ന് പലരും പറയും. പക്ഷേ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം അപ്പോഴും നേതി നേതാ, ഇതല്ല, ഇനിയും കുറച്ചുണ്ട് കാണാൻ. അങ്ങനെ നിതാന്തമായ നിരന്തരമായ നിസ്തന്ത്രമായ അന്വേഷണമാണ് ഭാരതത്തിൻ്റെ തത്വചിന്ത. ആ തത്വചിന്തയുടെ സാധാരണ ജീവിതത്തിലെ പ്രതിഫലനമാണ് സനാതനധർമ്മം. എനിക്ക് വേണമെങ്കിൽ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ സുനിലിനെ അടിച്ച് താഴെയിടാം. എന്താണ് അങ്ങനെ അടിക്കരുത് എന്ന് എനിക്ക് തോന്നാൻ കാര്യം? ഒരു മര്യാദ, അതൊരു മൂല്യമാണ്. ഒരു മര്യാദ. അന്യനെ ഉപദ്രവിക്കരുത്, അതൊരു മൂല്യമാണ്. അന്യനെ ഉപദ്രവിച്ചാൽ എന്താ? ഒന്നുമില്ല. പോലീസ് പിടിക്കും. പോലീസ് എൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലോ പിന്നെ എന്നെ ആര് പിടിക്കും? നാട്ടുകാരെ മുഴുവൻ അടിക്കാനുള്ള ഗുണ്ടകളും എൻ്റെ കയ്യിലുണ്ട്, പോലീസും എൻ്റെ കയ്യിലുണ്ട്, കോടതിയിലും എനിക്ക് സ്വാധീനമുണ്ട്. എനിക്ക് സുനിലിനെ തല്ലാം കൊല്ലാം എന്തും ചെയ്യാം. എന്നിട്ടും ഞാനത് ചെയ്യുന്നില്ല. കാരണം ധർമ്മം എന്നെ തടയുന്നു. ധർമ്മം ഭീരു. എന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സുനിലിനും ഒരവകാശമുണ്ട്. ഇത് ആരും പറയാതെ തന്നെ, ഒരു രാജാവോ രാജ്യമോ ഭരണഘടനയോ ഒരു തേങ്ങാക്കൊലയും ആരും പറയാതെ തന്നെ ജീവജാലങ്ങളെല്ലാം ഇത് അനുസരിക്കുന്നു. ഒരു സിംഹം ഇര പിടിക്കുന്നു. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇര പിടിക്കാറില്ല. ഒരു അസൂയ തോന്നിയിട്ട് ഒരു മാനിനെ കയറി ആക്രമിക്കാറില്ല. എന്നെക്കാളും സുന്ദരനാണ് എന്ന് കരുതിയിട്ട് ഒരു സിംഹത്തെ ആക്രമിക്കാറില്ല. ഇപ്പം അങ്ങനെ ഈ പ്രാഥമികമായ ചോദന പോലും, വിശപ്പ് ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെങ്ങനെയെങ്കിലും അടക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാലൻസിൽ ഈ പ്രപഞ്ചത്തെ കൊണ്ട് നടക്കുന്നത് എന്താണ്? അതിനെല്ലാം കൂടെ ചേർത്തിട്ട് എ യൂണിവേഴ്സൽ എത്തിക്കൽ ലോ, അതാണ് ധർമ്മം. അത് സനാതനമാണ്, എല്ലാ കാലത്തേക്കുമുള്ളതാണ്. സനാതനം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലത്തേക്കും ഉള്ളതാണ്. അത് ധർമ്മവുമായി കണക്ട്. അധുനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാധനം, പുരാതനം പഴയ സാധനം, സനാതനം എക്കാലത്തേക്കുമുള്ള സാധനം. അത് ഉള്ളതാണ്, ഉണ്ടായതല്ല. ഉണ്ടായതാണെങ്കിൽ അത് നശിക്കും. അത് ഉള്ളതാണ്, എപ്പോൾ നോക്കിയാലും അതുണ്ട്. അതുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അതിന് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാക്കാം, അതിന് തടസ്സമായിട്ട് പലവിധ കാര്യങ്ങൾ ചെയ്യാം. ബട്ട് അത് ഉണ്ട്. ഇതാണ് സനാതനധർമ്മം. ഇതിൽ പിണറായി വിജയനും പെടും, ആനാവൂർ നാഗപ്പനും പെടും, നാരായണ ഗുരുവും പെടും, രാമകൃഷ്ണ പരമഹംസനും പെടും. പക്ഷെ പിണറായി പറയുന്നത് ഗുരുവിനെ സനാതനത്തിൽ കൊണ്ടു കെട്ടാൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നു, ഗുരു അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. പിണറായിയുടെ ആ വാചകമടിയൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. 1984 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നൊരു പുസ്തകം EMS നമ്പൂതിരിപ്പാട് എഴുതി പ്രസിദ്ധീകരിച്ചു. ചിന്ത പബ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ ആ പുസ്തകം കിട്ടാനില്ല കേട്ടോ. ആ പുസ്തകത്തിൽ EMS ഒരു അധ്യായമുണ്ട്, 19ാം അധ്യായം. അത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ വികൃത രൂപങ്ങൾ, അതാണ് ആ അധ്യായത്തിൻ്റെ പേര്. ആ അധ്യായത്തിൽ ഈ വികൃത രൂപങ്ങളുടെ 4 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. 4 വികൃത രൂപങ്ങളാണ്. അതിൽ സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ, ആര്യസമാജത്തിൻ്റെ ദയാനന്ദ സരസ്വതി, പിന്നെ നാരായണ ഗുരു. ഈ 4 പേരുടെ ഫോട്ടോ കൊടുത്ത് ഈ അധ്യായത്തിൽ, ആ അധ്യായത്തിൽ 19ാം അധ്യായത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള ലൈബ്രറിയിലുണ്ട്. മറ്റ് പലരുടെയും കയ്യിലുണ്ടാകും. റീപ്രിൻ്റ് പിന്നെ ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അന്ന് അതിനെ നിശ്ചിതമായിട്ട് പലരും വിമർശിച്ചൊക്കെ എഴുതി. നാരായണ ഗുരു അടക്കം ഈ പറഞ്ഞ 4 വ്യക്തികൾ നവോത്ഥാനത്തിൻ്റെ വികൃത രൂപങ്ങൾ എന്നാണ് EMS വിശേഷിപ്പിച്ചത്. അവർ സ്വാതന്ത്ര്യത്തെ ഒരു രീതിയിൽ അട്ടിമറിക്കുകയും സ്വാതന്ത്ര്യത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഷെയ്പ്പ് ചെയ്യുകയും. ഈ 4 പേരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ ഡയറക്റ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. നാരായണ ഗുരു പങ്കെടുത്തിട്ടില്ല, സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തിട്ടില്ല, രാമകൃഷ്ണ പരമഹംസർ ഒട്ടും പങ്കെടുത്തിട്ടില്ല, ദയാനന്ദ സരസ്വതി സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ, പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ ഡയറക്റ്റ് പങ്കെടുത്തിട്ടില്ല. ബട്ട് ഇവരുടെ സ്വാധീനം അസാമാന്യമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ ഈ 4 പേർക്ക് സാധിച്ചു. അത് EMSന് താങ്ങാവുന്നതായിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിനുള്ളിലെ ഒരു ആധ്യാത്മികത, അത് ആരുടെ സ്വാതന്ത്ര്യ സമരമായിക്കോട്ടെ. ഇപ്പോൾ ഗാന്ധിജിയുടെ അഹിംസാ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു, അതിൽ തന്നെ ഉണ്ടായി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പാരൽ ലൈനായിരുന്നു, സാവർക്കറുടെ ഒരു പാരൽ ലൈനായിരുന്നു, ഭഗത് സിംഗ് അതുപോലെയുള്ള വിപ്ലവകാരികൾ അവർ പരാജയപ്പെട്ടെങ്കിലും അവരുടെ എഫേർട്ട് വളരെ വലുതായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഊക്കുകൂട്ടാനായിട്ട്. പക്ഷേ ഇവർക്കെല്ലാം പൊതുവായ ഹിന്ദുത്വം അഥവാ സനാതനധർമ്മം എന്നൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കിയ ഒത്തുതീർപ്പ്, ഖിലാഫത്തിൻ്റെ കോംപ്രമൈസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്ലണ്ടറായിരുന്നിരിക്കാം. ബട്ട് അപ്പോൾ പോലും ഭാരതീയമായ ആധ്യാത്മികത ഗാന്ധിജിയിലും ഉണ്ടായിരുന്നു. ഇത് EMSന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് താങ്ങാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ വികൃത രൂപം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ പിണറായി വിജയനും മറ്റും ശിവഗിരിയിലേക്ക് വിളിച്ചാൽ ഓടിച്ചെല്ലുന്നതും പ്രസംഗിക്കുന്നതും എന്തുകൊണ്ടാണ്? അത് റിയൽ പൊളിറ്റിക്സാണ്. ഈഴവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ CPMൻ്റെ വലിയൊരു വോട്ട് ബാങ്ക് ഈഴവരാണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന. ഞാനിത് ജാതി പറയുന്നല്ലോ എന്ന് വിചാരിക്കും, അങ്ങനെയല്ല. ഒരു സെക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈഴവർ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ആ വാക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈഴവർ, നായന്മാർ, ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഈഴവരാണ്. ഈഴവരുടെ മാത്രമല്ല, പൊതു ഹിന്ദുവിൻ്റെ വലിയൊരു സന്യാസിയാണ് നാരായണ ഗുരു. അപ്പോൾ ഇത്തവണ പിണറായി വിജയൻ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ആ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗമുണ്ട്, അത് കോപ്പി അടിച്ചു. അതിൻ്റെ വേറൊരു വർഷം എന്തൊരു ദാരിദ്ര്യമാണ്. 78 വയസ്സോ മറ്റോ ആയി പിണറായി വിജയൻ.
ആ ചെറുക്കനെ കോപ്പി അടിക്കേണ്ട ഗതികേട് വന്നു ഈ വയസ്സുകാലത്ത് നാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കാൻ. നാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിലല്ലാതെ വേറെ എവിടെയാണ് ഉൾക്കൊള്ളിക്കുക? ഹിന്ദുത്വത്തിൽ കിട്ടുന്നു. നാരായണ ഗുരു ഹിന്ദു അല്ലാതെ പിന്നെ ആരാണ് ഗുരു? വർക്കല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു നാരായണ ഗുരു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞവരൊന്നും ചിത്രത്തിലില്ലാതിരുന്ന കാലത്ത് ജീവിക്കുകയും അത് താൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിച്ച് കാണിക്കുകയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുകയും ആധ്യാത്മിക തലത്തിൽ അത്യുന്നത പദവിയിലെത്തുകയും ഒക്കെ ചെയ്ത സന്യാസിയായിരുന്നു നാരായണ ഗുരു. ഭാരതത്തിൽ മാത്രമാണ് സന്യാസ സമ്പ്രദായമുള്ളത്. അത് ഹിന്ദു സന്യാസിയായിക്കോട്ടെ, ബുദ്ധ സന്യാസിയായിക്കോട്ടെ, ജൈന സന്യാസിയായിക്കോട്ടെ, സന്യാസി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെ സനാതനധർമ്മത്തിൻ്റെ കൺസെപ്റ്റാണ്. സനാതനധർമ്മത്തെ ധർമ്മ സംസ്ഥാപനാർത്ഥായ ആണ് ഇവരെല്ലാം നടക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുമല്ലോ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ഇതിലാണ് ഇടയ്ക്കിടയ്ക്ക് അവതാരം ഉണ്ടാകുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ഞാൻ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പരിത്രാണായ സാധൂനാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധുവിന് മലയാളത്തിലെ അർത്ഥം കൊടുക്കും. സാധു, പാവം, ഗതിയില്ലാത്തവർ. അതല്ല ഭഗവത്ഗീതയിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. പരിത്രാണായ സാധൂനാം എന്ന് വെച്ചാൽ നാരായണ ഗുരു പോലെയുള്ള ഒരുപാട് സാധുക്കൾ. ഹിന്ദിയിൽ സാധു സന്ത് എന്ന് പറയുമല്ല. സാധു എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്, അഥവാ അവധൂതനാണ്, ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അവരാണ് ഇതിങ്ങനെ കൊണ്ടു നടത്തുന്നത്. ചിലപ്പോൾ അവർ പോലും പരാജയപ്പെടുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അവരെ സംരക്ഷിക്കണം. കാരണം ലോകത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് അവരാണ്. അവരെ ആര് സംരക്ഷിക്കും? പീരിയോഡിക്കലി ചിലപ്പോൾ അവരും തളർന്നു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ ഞാൻ വന്ന് സഹായിക്കും. ബ്രീഫായിട്ടൊന്ന് സഹായിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും. ബാക്കി സാധുക്കൾ നോക്കിക്കോളും. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു സാധുവായിരുന്നു, സന്യാസിയായിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു, പ്രകാണ്ഡ പണ്ഡിതനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഇവിടെ ചോദ്യം ദയാലുവായിരുന്നു, ഹിന്ദു ആയിരുന്നു എന്നുള്ളതാണ്. കാരണം അതിനവർ പറയുന്നൊരു ന്യായം, ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ഹിന്ദുക്കളുടെ ശിവനെയല്ല, ഈഴവ ശിവനെയാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഈഴവർ ഹിന്ദുക്കളാണല്ലോ. അല്ല, അങ്ങനെ പറയുമ്പോൾ ഈഴവർ ഹിന്ദുക്കളല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് ഈഴവർ സമ്മതിക്കുന്നുണ്ടോ? ഇതേ വേദിയിൽ ഈഴവരുടെ പ്രതിനിധി അപ്പോൾ പറയും, വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാകാം, പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ടാകാം. ഏതായാലും ഈഴവർക്ക് പ്രയോഗതലത്തിൽ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ അവിടെ വെച്ച് തന്നെ തിരുത്തി, അതേ വേദിയിൽ തിരുത്തി മുഖ്യമന്ത്രി പറഞ്ഞതിന്. ബാക്കി കൃഷ്ണദാസ് തിരുത്തിയത് നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട. കൃഷ്ണദാസ് BJP-കാരനാണ്, അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാം. വെള്ളാപ്പള്ളി ഇതൊന്നുമില്ലാതെ പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിവാദമാകാറുണ്ട്. പക്ഷേ അവിടെ വെച്ച് തന്നെ അദ്ദേഹം തന്നെ തിരുത്തി. അദ്ദേഹം പിണറായിയെ തരക്കേടില്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഈഴവർ ഹിന്ദുക്കളല്ല എന്നൊക്കെ ഈ തർക്കിച്ച് സ്ഥാപിക്കുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ നിലനിർത്താനുള്ള പിണറായി വിജയൻ്റെ തത്രപ്പാടിനപ്പുറം വേറൊന്നും നമുക്കിതിൽ കാണാനില്ല. അല്ല, ഹിന്ദുവായി ജീവിച്ച് ഹിന്ദുവായി സമാധിസ്ഥനായ ഗുരുവിനെ ഹിന്ദു അല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഗുരുനിന്ദയല്ലേ? ഗുരുനിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇവരൊക്കെ തുല്യനിന്ദ സ്തുതിർമൗനി, നിന്ദിച്ചാലും സ്തുതിച്ചാലും അതവരെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഗുരുവിനെ നിന്ദിക്കാനൊന്നും പറ്റില്ല. പക്ഷേ കേൾക്കുന്നവർക്കെങ്കിലും തോന്നല്ലേ? കേൾക്കുന്നവർക്ക് തോന്നും. അതാണല്ലേ അവർ പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി പ്രതികരിച്ചു, PK കൃഷ്ണദാസ് പ്രതികരിച്ചു, സച്ചിദാനന്ദ സ്വാമിയുടെ പ്രസംഗം അതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് പ്രതികരിക്കാൻ സാധിച്ചില്ല. ബട്ട് സ്ലോലി ഹി വിൽ മേക്ക് ഇറ്റ്. കാരണം മുഖ്യമന്ത്രി നടത്തിയത് ഒരു പൊളിറ്റിക്കൽ പ്രസംഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ സച്ചിദാനന്ദ സ്വാമി അതിൽ കുത്തിയില്ല എന്ന് വരും. കാരണം അത് പൊളിറ്റിക്സാണ്, അതങ്ങ് വിട്ടേക്ക്. കാരണം ശിവഗിരി തീർത്ഥാടന കാലത്ത് പലരും അവിടെ വരും. നരേന്ദ്രമോദി വന്നിട്ടുണ്ട്, അതിനെ ചൊല്ലിയും വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. പലരെയൊക്കെ അവർ ക്ഷണിക്കാറുണ്ട്. ഇവരൊക്കെ പറയുന്ന ഓരോ അഭിപ്രായത്തിനും മറുപടി പറയുക എന്നുള്ളത് പ്രായോഗികമല്ല, അത് ശരിയുമല്ല. ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി 2 വർഷം മുമ്പ്
ആലുവ അദ്വൈതാശ്രമത്തിൽ സെമിനാർ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ അവസാനമാണ് സംസാരിച്ചത്. കൃതജ്ഞത പറയാനായിട്ട് സച്ചിദാനന്ദ സ്വാമി എണീറ്റു. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, മോഹൻദാസ് പറഞ്ഞതിനോട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്, പക്ഷേ സമയം ഒരുപാടാകും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എല്ലാവരും, ഞാനടക്കം എല്ലാവരും പറഞ്ഞില്ല സ്വാമി അത് കൂട്ടിച്ചേർക്കണം. അപ്പോൾ സ്വാമി ബ്രീഫായി 40 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. മോഹൻദാസ് പറഞ്ഞത് 100% സത്യമാണ്, യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. എന്നിട്ട് ഞാൻ പഠിക്കാൻ ബാക്കി വെച്ച കാര്യങ്ങൾ ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മോഹൻദാസിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മോഹൻദാസ് വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് അത് കഴിഞ്ഞ് മോഹൻദാസ് വായിക്കാൻ ഇനിയൊരു 4 പുസ്തകം ബാക്കിയുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. ആ 4 പുസ്തകങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. കാരണം ഞാൻ വേദാന്തം അത് നാരായണ ഗുരുവിനെ പറ്റി പഠിച്ച് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒരല്പം ബാക്കി കിടക്കുന്നു. സംസ്കൃതത്തിൽ കിഞ്ചിശേഷം ഭവിഷ്യതി എന്ന് പറയും. ഒരല്പം ബാക്കിയുണ്ട് മോഹൻദാസ്, അതുകൂടെ വായിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്. കാരണം ആ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിനത് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ടും സമയമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യാതിരുന്നു. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചെയ്തത്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി പ്രതികരിച്ചില്ല, പിണറായി വിജയൻ നേടിക്കൊണ്ടുപോയി, ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. സന്യാസിമാർ പൊതുവെ സച്ചിദാനന്ദ സ്വാമി പ്രത്യേകിച്ചും വാക്കിന് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ പോവില്ല, അങ്ങ് വിട്ടേക്കും. കാരണം അവർ നാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ട നാരായണ ഗുരു വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും, പലപ്പോഴും പ്രതികരിക്കില്ല. വാഗ്ഭടാനന്ദൻ നാരായണ ഗുരുവിനോട് ചോദിച്ചിരുന്നു, അങ്ങ് അദ്വൈതിയാണ്, പിന്നെ അങ്ങ് എങ്ങനെയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്? നാരായണ ഗുരു ഒന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരിയിൽ നിന്ന് വാഗ്ഭടാനന്ദന് കാര്യം മനസ്സിലായി, മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. മറ്റുള്ളവർ വിചാരിച്ചു വാഗ്ഭടാനന്ദനെ ഒന്ന് ആക്കി ചിരിച്ചതാണ്. അങ്ങനെയല്ല, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഒരു ചിരിയിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സന്യാസിമാരുടെ സ്വഭാവം. അതുകൊണ്ട് അവരെ നിന്ദിക്കാൻ സാധ്യമല്ല. കാരണം അവർ നമ്മുടെ നിന്ദയുടെയോ സ്തുതിയുടെയോ ഒക്കെ മുകളിലാണ് അവരുടെ ഓപ്പറേഷൻ. താഴെ നിന്ന് നമ്മൾ ഈ ആനയെ കൊഞ്ഞനം കാണിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ഏതായാലും ഈ പുതുവർഷത്തിൽ നിന്ന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഒരു ഗതികേടാണ് നമ്മൾ കണ്ടത്. ആ ഗതികേട് വർഷാവർഷം ആവർത്തിക്കുന്നുണ്ട് ശിവഗിരിയിൽ. വർഷാവർഷം അവരിത് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഗതികേട്, ഈ വർഷത്തെ ഏറ്റവും പുതിയ ഗതികേടാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.